ഇപ്പോൾ ഒരു റൂമിൽ അല്ലെങ്കിൽ രണ്ടാളുകൾ പരസ്പരം സ്വകാര്യം പറയുകയാണ്, അല്ലെങ്കിൽ അവരെ ഒരു അടച്ചിട്ട റൂമിൽ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ, അങ്ങനെ കയറി ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലമ്മാ ജാഅഹു റജുലുൻ യുരീദു അൻ യദ്ഖുല ബൈനഹു വബൈന റജുലിൻ ആഖർ ലകസഹു ഫീ സദ്രിഹി. അതായത് രണ്ടാൾ കൂടി സംസാരിക്കുന്ന നേരത്ത് മൂന്നാമൻ കടന്നു വന്ന് അവിടേക്ക് കയറിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ കാന സിനാനി യതനാജയാനി ഫലാ തദ്ഖുൽ ബൈനഹുമാ. കേട്ടോ, ഹദീസിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കണം, നിങ്ങളിൽ രണ്ടാൾ സംഭാഷണം നടത്തുന്നിടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറിപ്പോകണം. അതല്ല അവർ പറയണം നിങ്ങൾ വന്നോളി, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ സ്വകാര്യമൊന്നുമില്ല, ഞങ്ങൾ വന്നോളി, അനുവാദമുണ്ടോ എങ്കിൽ അവിടെ ഇരിക്കാം. അതല്ലാത്ത നിലയ്ക്ക് രണ്ടാൾ സ്വകാര്യം പറയുന്നിടത്ത് ഞാൻ അവിടെ കൂട്ടത്തിലൊന്നല്ല ഇരിക്കണത്, ഇപ്പുറത്തിങ്ങനെ മാറിയിരിക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുക, എൻ്റെ ചെവി ഇങ്ങോട്ടും കൊടുക്കുക, ഇത് പറ്റുമോ? ഇത് പറ്റൂല. അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റൂല, അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കലാണ്, ഒളിഞ്ഞ് കേൾക്കുക. ചില വലിയ ബുദ്ധിമാന്മാരുണ്ടാവും, സംസാരത്തിൻ്റെ 1, 2, 3 ലൊട്ടിലൊടുക്ക് വാചകങ്ങളൊക്കെ കേട്ടാൽ തന്നെ അവൻ അതിൻ്റെ ഫുള്ള് വായിച്ചെടുക്കും. അങ്ങനത്തെ ഒരു ഉണ്ടാവും. ഒരു തീരെ ഇരിക്കാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും സ്വകാര്യം പറയേണ്ടവർ പറഞ്ഞോട്ടെ. അപ്പോൾ അവിടെ അങ്ങനെ ഇവൻ എന്താ പറയണത് എന്നിങ്ങനെ കാതോർക്കുക. അങ്ങനെ കാതോർക്കുന്നത് എത്രത്തോളം ഗുരുതരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ, നമ്മൾ മുമ്പ് ഒരിക്കലും ഈ ഹദീസ് പഠിച്ചിട്ടുണ്ട്. മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂന സുബ്ബ ഫീ ഉദുനിഹിൽ ആനുകു. വളരെ ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയണേ, ആരെങ്കിലും ഒരു ജനതയുടെ സംസാരത്തിലേക്ക് കാതോർത്താൽ, വഹും അവരാവട്ടെ, ആ സംസാരിക്കുന്നവർ ഇയാളിത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നിട്ട് അതിൽ കാതോർക്കുക. ഇത് ഇതിൻ്റെ മറുവശം പറയണം. അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നിടത്തിന് ഒളിഞ്ഞു കേൾക്കുക. അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ, അവിടേക്ക് കാതു കൊടുക്കുന്നുണ്ടെങ്കിൽ, സുബ്ബഫി ഉദുനിഹില്ലാനു, ഖിയാമത്ത് നാളിൽ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതാണ്. ചൂടേറിയ നരകാഗ്നിയിൽ ഉരുക്കപ്പെട്ട ചെമ്പിൻ്റെ ദ്രാവകം അവൻ്റെ കാതിൽ ഉരുക്കുന്ന ശിക്ഷയായിരിക്കും, ഒഴുക്കുന്ന ശിക്ഷയായിരിക്കും നരകത്തിയിൽ അവൻ അനുഭവപ്പെടേണ്ടി വരിക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ സ്വകാര്യമാണോ പറയണത് എന്ന് മനസ്സിലാക്കാൻ പോലും പല അടയാളങ്ങൾ പറഞ്ഞു. അവർ രണ്ടാളും സംസാരിക്കുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇനി അത് കേട്ടു, ഞാനും മറ്റൊരാളുമായിട്ടൊരു സ്വകാര്യ സംഭാഷണം നടത്തി, അത് പറയും, എന്നോട് ആ സ്വകാര്യം പറയുന്ന വ്യക്തി അയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് കേൾക്കുന്ന എനിക്ക് മനസ്സിലാവാം, ഇത് മൂന്നാമൻ അറിയാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത എന്താണ്? അമാനത്താണ്. അത് പിന്നെ ഞാൻ പുറത്തു പോയി പറയാൻ പാടില്ല.